മാണിക്കോത്ത് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിന് നേരെ ഉപ്പളയിൽ സംഘടിത അക്രമം. ഒടുവിൽ കൂടുതൽ പോലീസ് എത്തി പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മാണിക്കോത്ത് കൊളവയലിലെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വാറണ്ട് നിലനിൽക്കുന്ന സുഹൈൽ എന്ന 30-കാരനെയാണ് കേസെടുത്ത ഹോസ്ദുർഗ് പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും മഞ്ചേശ്വരം പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടിയത്. ഗ്യാങ് വാറിനെ തുടർന്ന് മംഗളൂരു കേസി റോഡിൽ വെച്ച് കൊല്ലപ്പെട്ട ഗുണ്ടാത്തലവൻ കാലിയ റഫീഖിന്റെ മകനാണ് സുഹൈലെന്നും ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഒളിവിൽ കഴിയുകയായിരുന്ന സുഹൈൽ ഉപ്പള മണിമുണ്ടയിലെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഹോസ്ദുർഗ് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ സജീഷ്, നികേഷ്, തോമസ് എന്നിവരും ഇയാളെ പിടികൂടാനായി എത്തിയത്. തങ്ങളെ കണ്ടതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ സുഹൈലിനെ പോലീസ് പിന്തുടർന്നതോടെ ഇയാൾ മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കയറി. ഇതേ തുടർന്ന് പ്രതി രക്ഷപ്പെടാതിരിക്കുന്നതിനായി ഈ വീടിൻ്റെ 2 ഭാഗങ്ങളിലായി പോലീസ് നിലയുറപ്പിച്ചു. ഇതിനിടയിൽ ഇരുമ്പുതണ്ടുമായി പുറത്തിറങ്ങിയ സുഹൈൽ സിവിൽ പോലീസ് ഓഫീസറായ സജീഷിനെ ആക്രമിച്ചുവെന്നും ഈ സമയം വീടിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി പ്രതിയെ കൈയോടെ പിടികൂടി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള 8ഓളം വരുന്ന സംഘം തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. അക്രമത്തിൽ പോലീസുകാരായ തോമസിനും നികേഷിനും പരിക്കേറ്റു. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരെത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതും ഊർജിതമായ തിരച്ചിൽ നടത്തി സുഹൈലിനെ കണ്ടെത്തിയതും സാഹസികമായി കീഴടക്കിയതും. പിന്നീട് കാഞ്ഞങ്ങാട്ടെത്തിച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.